أكبر الله أكبر. പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം റംസാൻ. സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള ഉപവാസ നാളുകളിൽ ശാരീരികവും ആത്മീയവുമായ വിശുദ്ധി വരുന്ന മാസം. ആദ്യത്തെ 10 അനുഗ്രഹത്തിന്റേതാണെങ്കിൽ രണ്ടാമത്തെ 10 നോയമ്പ് ദിനങ്ങൾ പാപമോചനത്തിന്റേതാണ്. അടുത്ത മാസപ്പിറവി വരെ നരകമോചനവും. പട്ടിണിക്കാരന്റെ വില സമ്പന്നന് മനസ്സിലാക്കുന്ന നാളുകൾ സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള രഹസ്യധാരണയുടേതാണ്. ഇതിൽ വരുന്ന ഒറ്റതിരിഞ്ഞ നാളുകൾ പുണ്യ ദിവസമായി കണക്കാക്കുന്നു. അതാണ് ലൈലത്തുൽ ഖദർ. എല്ലാവരിലും എല്ലാ നന്മകളും കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുകയും തിന്മകളെ ബോധവൽക്കരണത്തിലൂടെ നന്മയിലേക്ക് എത്തിക്കുകയും ചെയ്യുക, അതിന് പരിശീലനം, ട്രെയിനിങ് നൽകുക എന്നതാണ് പരിശുദ്ധമായ റമദാനിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന്. ഒരു ചാന്ദ്രമാസക്കാലം എല്ലാം വെടിഞ്ഞ് സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് സക്കാത്ത് നൽകും. ഇഫ്താർ വിരുന്നുകൾ മതസൗഹാർദ്ദത്തിന്റെയും വിശുദ്ധിയുടെയും സംഗമവേദികളുമാകുന്നു. ഭക്തിയും ആത്മാർത്ഥതയും നിറഞ്ഞ റമദാൻ നാളിനൊടുവിലെത്തുന്ന ശവ്വാൽ മാസപ്പിറവി ആഘോഷത്തിന്റേതാണ്. പതിവ് സക്കാത്തിന് പുറമെ പിതൃ സക്കാത്ത് നൽകി ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. പിന്നെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഹജ്ജിലേക്കുള്ള ഒരുക്കമാണ്. ശശീന്ദ്രൻ, മലപ്പുറം, ഇന്ത്യ വിഷൻ.